സ്വദേഹങ്ങളോട് കണക്കല്ലാത്ത തെറ്റുകൾ ചെയ്ത എന്റെ അടിമകളോട് പറയൂ പ്രവാചകരെ. നല്ലവരോട് പറയുമെന്നല്ല, പാപങ്ങളിൽ മുങ്ങിക്കുളിച്ചവനോടും റബ്ബിന് കാരുണ്യമേ ഉള്ളൂ. പക്ഷെ എന്തു വേണം? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആശമുറിഞ്ഞവരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു സർവ്വപാപങ്ങൾ പൊറുക്കുന്നവൻ തന്നെയാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവനാണ് ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനും. അതിനെന്ത് വേണം? നിങ്ങൾ അവനിലേക്ക് ഖേദിച്ചു മടങ്ങണം. അള്ളാഹുവിന് അത്രയേ ആവശ്യമുള്ളൂ. എത്ര തെറ്റുകൾ കൂമ്പാരമായി ചെയ്തവനാണെങ്കിലും ആത്മാർത്ഥമായി റബ്ബിലേക്ക് തിരിച്ചു വരാൻ സന്നദ്ധനാണോ, അവൻ ഇനി കൈ നീട്ടി സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. പകലിൽ ചെയ്ത തെറ്റുകൾക്ക് മാപ്പിരക്കുന്നവരുണ്ടോ? രാത്രികളിൽ പുറത്തു കൊടുക്കാൻ റബ്ബ് സർവസന്നദ്ധനായി കാത്തിരിക്കുകയാണ്. രാവുകളിൽ സംഭവിച്ചിട്ടുള്ള പാപങ്ങൾ ഏറ്റുപറഞ്ഞു പകലുകളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുവാൻ അവർ ഇരു കരങ്ങളും നിവർത്തിപ്പിടിച്ചിരിപ്പാണെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തെറ്റുപറ്റിയില്ലേ, ഇനി നിന്നെ ഞാൻ നരകത്തിലിട്ട് ശിക്ഷിച്ചോളാന്ന് പറയുന്ന ആ ഗളബിന്റെയും ക്രൂരതയുടെയും പ്രതീകമല്ല റഹ്മാനായ റബ്ബ്. അവനിൽ മികച്ചു നിൽക്കുന്നത് അവന്റെ റഹ്മാനിയത്താണ്, അവന്റെ കാരുണ്യം എന്ന ഏറ്റവും വലിയ ദയാ വായ്പും വാത്സല്യവുമാണ് എന്ന് അവൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താവശ്യങ്ങളുണ്ടോ, മലർക്കെ തുറന്നിട്ട് വെച്ചിരിക്കുകയാണ് എന്റെ കവാടം, ചോദിച്ചോളൂ എന്നോട്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, റഹ്മാനായ റബ്ബ് നിങ്ങളോട് പറയുന്നു, എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അങ്ങനെ പറയാൻ ഇവിടെ അധികാരം ആർക്കാ ഉള്ളത്? ഏത് പടപ്പിനാ ഉള്ളത്? വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തരം ചെയ്യും ഞാനെന്നോവർ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അജ്ഞതയും അവരുടെ വിവരക്കേടും അവർ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ റഹ്മാനായ റബ്ബിനെ ആ നിലക്ക് ആർക്കാണ് വെല്ലുവിളിക്കാൻ സാധിക്കുക? അള്ളാഹുവാണ് പറയുന്നത്. മുത്ത മുസ്തഫ പോലും പറഞ്ഞിട്ടില്ല, ജനങ്ങളെ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന്. ലോകം കണ്ട ഏറ്റവും വലിയ നേതാവാണ് മുഹമ്മദ് മുസ്തഫ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി പോലും നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ, അത് വെള്ളിയാഴ്ച ദിവസമാകുമ്പോ കൂടുതൽ ചെയ്യണേ എന്ന് പഠിപ്പിച്ച മുത്ത മുസ്തഫ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുത്ത കുടുംബത്തിനും നീ ഗുണം ചെയ്യണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ലോക മുസ്ലിമീങ്ങൾ അത് വെള്ളിയാഴ്ച അവർ കൂടുതൽ ചെയ്യുന്നു, ചെയ്യണം. അതിന് പ്രതിഫലം ഏറെയുണ്ട്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം.